ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പങ്കൂസ്മിയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ നിൽക്കുന്നത് വിശാഖപട്ടണത്താണ്. അപ്പോൾ നമ്മൾ PG വെഡ്ഡിങ്സിൻ്റെ കൂടെ ഒരു വർക്കിന് വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മുടെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നത് ബാക്കിൽ കാണുന്ന ആ ഹോട്ടലിലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെ നേരെ മുമ്പിലൊരു ബീച്ചുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് ഷൂട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഈ ഭാഗത്ത് അങ്ങനെ കൊറോണ ഒന്നും വലിയ വിഷയമില്ല തോന്നുന്നു. ആളുകളൊക്കെ ഒരുപാട് ആൾക്കാർ മാസ്ക് ഒന്നും നടക്കുന്നുണ്ട്. നല്ല തിരക്കുണ്ട് കേട്ടോ. ഇവിടെ കണ്ടില്ലേ, അത്യാവശ്യം നല്ല തിരക്കുണ്ട്. എല്ലാവർക്കും ഒരുപാട് ആൾക്കാരുണ്ട്. മാസ്ക് വെച്ച ആൾക്കാരുടെ എണ്ണമൊക്കെ വളരെ കുറവാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഒന്ന് നടന്നു നോക്കാം. ഇവിടെ ഒരു മുങ്ങിക്കപ്പൽ ഒരു മ്യൂസിയമാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ ഓപ്പൺ ആണെന്ന് അറിയില്ല. നമുക്ക് എന്തായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഇന്ന് നമ്മളൊരു കിടിലൻ എപ്പിസോഡാണ് കേട്ടോ. ഞാൻ തന്നെ ഒരിക്കലും പ്രതീക്ഷിക്കാതെ വീണ് കിട്ടിയൊരു അവസരമായിരുന്നു അത്. അപ്പോൾ അത് ഞാനത് കണ്ടപ്പോൾ നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കണമെന്ന് എനിക്ക് തോന്നി. അത്രയും അങ്ങനെ പെട്ടെന്ന് സാധിക്കാത്ത ഒരു സംഭവമാണത്. അതെന്താണെന്നല്ലേ, ഇത് എൻ്റെ ബാക്കിലുണ്ട്. കണ്ടില്ലേ, ബാക്കിൽ നിൽക്കുന്നത് INS കുസൂര എന്ന് പറഞ്ഞിട്ടുള്ള മുങ്ങിക്കപ്പലാണ്. അപ്പോൾ ആ മുങ്ങിക്കപ്പൽ ഇപ്പോൾ കരയിലൊരു മ്യൂസിയമായിട്ട് വെച്ചിരിക്കുകയാണ് ഇന്ത്യൻ നേവിയുടെ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉൾവശം കാണാനുള്ള അവസരം ഇവിടെ ഉണ്ട്. അതിൻ്റെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉൾഭാഗം ഒന്ന് കാണാം. ഇപ്പോൾ ഈ കാണുന്നത് INS കുർസൂരുടെ ഫുൾ ഡീറ്റെയിൽസാണ്. അതുപോലെ ഇതിൻ്റെ മേക്കിംഗ് എങ്ങനെയാണത് ഇവിടെ സ്ഥാപിച്ചത് അതൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതുപോലെ INS കുർസൂരുടെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ മുമ്പിൽ തന്നെ അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന പടുകൂറ്റൻ മുങ്ങിക്കപ്പലാണ് INS കുർസൂര. 1969 ഡിസംബർ 18 INS കുർസൂര ഇന്ത്യൻ നേവിയുടെ ഭാഗമായത്. .3 മീറ്ററാണ് ഇതിൻ്റെ നീളം. അതുപോലെ 8 മീറ്റർ ഉയരവും. അതുമാത്രമല്ല 2469 ടണ്ണാണ് INS കുർസൂരയുടെ ഭാരം. വിശാഖപട്ടണത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റിയാണ് കേട്ടോ ഈ മ്യൂസിയം. അപ്പോൾ ഇവിടെ വരുന്നവരൊക്കെ മാക്സിമം ഇത് കാണാൻ ശ്രമിക്കുക. ഇത് കണ്ടില്ല എന്നുണ്ടെങ്കിൽ അത്രയും വലിയ നഷ്ടമായിരിക്കും ഇത്. ഒരു രക്ഷയില്ല കേട്ടോ. എന്താ പറഞ്ഞതെന്നറിയില്ല. ഇത്തരം ഒരു കാഴ്ച, ഇങ്ങനെ ഒരു മുങ്ങിക്കപ്പലിൻ്റെ ഉൾഭാഗം കാണാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സംഭവമായിരുന്നു. ഇവിടെ വന്നിട്ട് നമ്മൾ വർക്കിന് വേണ്ടി വരുമ്പോഴാണ് ഈ ബീച്ചിൻ്റെ സൈഡിൽ ഇത് കണ്ടത്. അപ്പോൾ അത് അന്വേഷിച്ചപ്പോഴാണ് മ്യൂസിയമാണ്. പക്ഷേ ഇതിപ്പോൾ ഓപ്പൺ ആണെന്ന് അറിയില്ലായിരുന്നില്ല. അപ്പോൾ അങ്ങനെ അന്വേഷിച്ചപ്പോൾ അത് ഓപ്പൺ ആയിരുന്നു. അപ്പോൾ ഇത് വിചാരിക്കാതെ കിട്ടിയൊരു ലക്കാണ്. അപ്പോൾ ഇത് ഇവിടുത്തെ ఉద్యోగస్తునాണ്. അപ്പോൾ അദ്ദേഹం ഇതിന്റെ డీటెయిల్స్ ഒക്കെ പറയാണ്. നമ്മുടെ ഭാഷയല്ല, എന്നാലും ഒന്ന് കേട്ട് നോക്കാം. రష్యా నుంచి కొనుక్కున్నాం. 31 సంవత్సరం సర్వీస్ చేసింది. తర్వాత వీటికి రిటైర్మెంట్ ఇచ్చి
ఇలా మ్యూజియం కింద పెట్టారు. ఒక యుద్ధానికి సంబంధించింది ఇలా మ్యూజియం కింద పెట్టడం అనేది సౌత్ ఈస్ట్ ఏషియాలోనే మొట్టమొదటిసారి. ఈ ఆకుపచ్చ రంగుల్లో ఉన్నాయి. వీటినే టార్పిడోస్ అంటారు, అండర్ వాటర్ బాంబ్స్. ఇలాంటివి 22 క్యారీ చేస్తారు. ఇక్కడ 18, చివర 4. 2 వైపులే అటాక్ చేసుకోవచ్చు. రౌండ్గా ఉన్నాయి కదా, వాటి ద్వారానే పంపుతారు బయట. ఇక్కడ రెడ్ అండ్ వైట్ కలర్స్లో ఉంది. దీన్ని సీ మైన్ అంటారు. ల్యాండ్ మైన్స్లా పనిచేస్తాయి. ఈ సబ్మెరీన్ 280 మీటర్లు నీటి క్రింద నుండి ప్రయాణిస్తుంది. 1971లో పాకిస్తాన్తో యుద్ధానికి వెళ్ళి గెలిచే వచ్చాం. ఇంకా మనకి 16 ఉన్నాయి. 8 ముంబైలోను, 8 വിശാഖപട്ടണംలోను വർക്കിംഗ് കണ്ടീഷൻ. അപ്പോൾ ഈ മുങ്ങിക്കപ്പലിൻ്റെ ഡീറ്റെയിൽസ് ആയിരുന്നു അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ കാണുന്നത് ബലിസ്റ്റിക് മിസൈലാണ്. ഇതുപോലത്തെ 10 മിസൈലായിരുന്നു INS കുർസൂരയുടെ കപ്പാസിറ്റി. മൂന്ന് ഡീസൽ എഞ്ചിനോട് കൂടിയ INS കുർസൂരയിൽ 7 കമ്പാർട്ട്മെൻറ്റുകളാണ് ഉണ്ടായിരുന്നത്. ഏകദേശം 72 പേരോളമാണ് ഇതിലെ ഉദ്യോഗസ്ഥർ. അവരുടെ ഇതിലെ ജീവിത രീതി കൃത്യമായി ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്നത് അവരുടെ ബെഡ്റൂമാണ്. അവിടെ അത്രയും ഇടുങ്ങിയ സ്പേസിൽ 3-4 ബെഡും വെച്ചിട്ടാണ് അവർ അത്രയും അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് അവർ ഇതിനകത്ത് ജീവിച്ചിരുന്നത്. അതുപോലെ അവരുടെ ഡൈനിങ് ടേബിൾ കണ്ടില്ലേ, അത്രയും ചെറിയൊരു സ്പേസിൽ അവരവരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് അവരുടെ ആഹാരം കഴിക്കുന്ന ടേബിളാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ ടി വിയിലൊക്കെ കാണുന്ന പോലെയല്ല, ഈ പുറത്തുനിന്നുള്ള കാണുന്ന പോലെയല്ല, അത്രയും ബുദ്ധിമുട്ടിയും സഹിച്ചുമാണ് അവർ ഇന്ത്യക്ക് വേണ്ടിയിട്ട് നമ്മുടെ നേവി ഉദ്യോഗസ്ഥർ ഇതിനകത്ത് ജോലി ചെയ്തിരുന്നത്. പല സ്ഥലങ്ങളിലും നിവർന്ന് നിൽക്കാനുള്ള സ്പേസ് പോലും ഇല്ല. അതുപോലെ അവിടെയൊക്കെ ഓരോ കമ്പാർട്ട്മെൻറ്റുകളും, അവിടുത്തെ ഉദ്യോഗസ്ഥർ, അവിടുത്തെ സ്വിച്ചുകൾ, അവിടുത്തെ കൺട്രോൾ വീലുകൾ, ഇതൊക്കെ എന്താ സംഭവം എന്നൊരു ഐഡിയ ഇല്ല. അപ്പോൾ ഈ 1969 ഈ റഷ്യൻ നിർമ്മിതമായ ഈ കുർസൂരയിൽ ഇത്രയും ടെക്നോളജി ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ ഒരു മുങ്ങിക്കപ്പലിൻ്റെ ഒക്കെ ടെക്നോളജി എന്തായിരിക്കും? ഒരുപാട് സ്വിച്ചസാണ്, നമ്മൾ നടക്കുന്നിടത്തൊക്കെ സ്വിച്ചസാണ്. ഇതെന്താണ് ഏതാണെന്നൊരു ഐഡിയ ഇല്ല. അപ്പോൾ അത്രയും ഗംഭീരമായിട്ടുള്ളൊരു വ്യൂ ആണ് INS കുർസൂരയുടെ ഇവിടുത്തെ ഈ മ്യൂസിയത്തിലുള്ളത്. അപ്പോൾ പറ്റുന്നവരൊക്കെ ഈ വിശാഖപട്ടണത്ത് വരുന്നവരൊക്കെ മാക്സിമം ഇത് കാണാൻ വേണ്ടി ശ്രമിക്കുക. 40 രൂപയാണ് ഇവിടുത്തെ ഒരാൾക്കുള്ള എൻട്രി ടിക്കറ്റ്. അതുപോലെ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫിക്ക് 200 രൂപയാണ്. ഇപ്പോൾ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഇല്ലെങ്കിലും ജസ്റ്റ് കാണാൻ 40 രൂപയുള്ളൂ. ആ 40 രൂപ നിങ്ങൾക്ക് ഒരു 40,000 രൂപയുടെ മുതലാണ്. നമുക്ക് വേറെ എവിടെ പോയാലും ഇതിങ്ങനെ കാണാൻ പറ്റില്ല. അപ്പോൾ മാക്സിമം വിശാഖപട്ടണത്ത് വരുന്നവരൊക്കെ ഇത് കാണാൻ വേണ്ടി ശ്രമിക്കുക. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇന്ത്യക്ക് വേണ്ടി മികച്ച പ്രകടനമാണ് INS കുർസൂര കാഴ്ചവെച്ചത്. കൂടാതെ മറ്റു രാജ്യങ്ങളിലെ പല ആയുധ പ്രകടനങ്ങളിലും INS കുർസൂര പങ്കെടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ട്രോഫികളാണ് ഈ റൂമിൽ വെച്ചിട്ടുള്ളത്. ഒരുപാട് ആളുകൾ ഇത് കാണാനായിട്ട് ഇവിടെ എത്തുന്നുണ്ട് കേട്ടോ. ഫാമിലി ആയിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ എത്തുന്നുണ്ട്. ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 8:30 വരെയാണ് ഇവിടെ ഓപ്പൺ ആയിട്ടുള്ളത്. അപ്പോൾ ചില പ്രത്യേക ദിവസങ്ങളിൽ സൺഡേ അതുപോലെ സ്പെഷ്യൽ ഡേയ്സിലൊക്കെ ഇത് മാറ്റമുണ്ട്. അപ്പോൾ അത് നമുക്ക് നെറ്റിൽ നോക്കിയാൽ അത് കൃത്യമായിട്ട് മനസ്സിലാവും. പറ്റുന്നവരൊക്കെ ഇത് കാണുന്നത് നന്നായിരിക്കും.
വിശാഖപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 4-5 കിലോമീറ്റർ RK ബീച്ച്, അതായത് രാമകൃഷ്ണ ബീച്ചിലാണ് INS കുർസുര സബ്മറൈൻ മ്യൂസിയം ഉള്ളത്. അപ്പോൾ വിശാഖപട്ടണം വരുന്നവർക്കൊക്കെ എളുപ്പമാണ്. ഓട്ടോ വിളിച്ച് കഴിഞ്ഞാൽ ഒരു 50-60 രൂപയുള്ളത് കാണാൻ വേണ്ടിയിട്ട്. പറ്റുന്നവരൊക്കെ ഈ വിശാഖപട്ടണത്ത് ഇവിടെ ജോലി ചെയ്യുന്നവരോ ഇതുവരെ കാണാത്തവരോ ഉണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഉള്ളിലത്തെ കാഴ്ച. പിന്നെ നമുക്ക് ബാക്കി പുറത്തത്തെ കുറച്ച് കാഴ്ചകൾ കാണാം. അപ്പോൾ എന്തായാലും ഭയങ്കര ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. കപ്പലിൻ്റെ ഉള്ളിലത്തെ നമ്മുടെ ഇന്ത്യൻ നേവി ഉദ്യോഗസ്ഥരുടെ പ്രയത്നം എന്തായിരുന്നു ആ കാഴ്ച നമുക്കിത് കണ്ടപ്പോൾ മനസ്സിലായി. എത്ര ബുദ്ധിമുട്ടുണ്ട്, എത്രയോ ദിവസങ്ങൾ, എത്രയോ മാസങ്ങളാണ് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇത്രത്തെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റിയതിൽ പങ്കോസ് മീഡിയയുടെ തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അപ്പോൾ നിങ്ങളെ കൂടെ കാണിക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇതാണ് ഈ മുങ്ങിക്കപ്പലിൻ്റെ പ്രൊപ്പല്ലർ. ഇതുപോലത്തെ 3 പ്രൊപ്പല്ലറുകളാണ് ഈ മുങ്ങിക്കപ്പലിനെ നിയന്ത്രിക്കുന്നത്. കൂടാതെ 1000 കിലോ ഭാരമുള്ള നങ്കൂരവും. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സന്തോഷേട്ടനാണ്. അപ്പോൾ സന്തോഷേട്ടനോട് ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു ഈ എക്സ്പീരിയൻസ് എന്നുള്ളത്. സന്തോഷം എങ്ങനെ ഉണ്ടായിരുന്നു മുങ്ങിക്കപ്പൽ? അടിപൊളി. നിങ്ങളുടെ എക്സ്പീരിയൻസ്? സൂപ്പർ. വളരെ നല്ലൊരു കാഴ്ചയാണ് നമ്മളവിടെ കാണാൻ കഴിഞ്ഞത്. നമ്മുടെ ലൈഫിൽ തന്നെ നമുക്കൊരു വലിയൊരു അനുഭവമാണ് ഇപ്പോൾ അതിൻ്റെ ആ മുങ്ങിക്കപ്പലിൻ്റെ അകത്ത് കയറിയത്. വളരെ നല്ലൊരു കാഴ്ചയാണ്. കണ്ണിന് കുളിർമുള്ള കാഴ്ചകളാണ് അതിലുള്ളത്. പിന്നെ നമ്മളത് ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര ഒരു ഇതാണ് അതിൻ്റെ ഉള്ളിൽ നമ്മൾ കയറിയത്. അവരുടെ ലൈഫ്, അവരുടെ അതിലുണ്ടായ ഭക്ഷണം തയ്യാറാക്കുന്നത്, അവരുടെ ഉറക്കം, അതുപോലത്തെ അവരുടെ റൂമുകൾ, അവരുടെ കസാരകൾ, അങ്ങനെ പലവിധ സംഗതികളും അതിലുണ്ട്. അത് നമ്മൾ കാണുമ്പോൾ ഒരു മഹാ അത്ഭുതം തന്നെയാണ് സത്യത്തിൽ. വളരെ നല്ലൊരു കാഴ്ചയായിരുന്നു അതിൽ കാണാൻ കഴിഞ്ഞത്. അപ്പോൾ സന്തോഷേട്ടൻ ഭയങ്കര ഹാപ്പിയാണ്. 2001 ഫെബ്രുവരി 27 INS കുർസുര വിരമിക്കുന്നത്. നീണ്ട 30 വർഷം നമ്മുടെ നാടിനു വേണ്ടി പ്രയത്നിച്ച ഈ മുങ്ങിക്കപ്പൽ ഇപ്പോഴും നമ്മളെ വിസ്മയിപ്പിച്ച് വിശാഖപട്ടണത്തെ കടൽ തീരത്ത് വിശ്രമിക്കുകയാണ്. അപ്പോൾ ഇതുപോലൊരു മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോ ചെയ്യാൻ നമുക്ക് പ്രചോദനമായിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നമ്മുടെ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതുകൊണ്ട് ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.